സൈപ്രസിയെ കുടുംബത്തിൽപ്പെടുന്ന വടക്കൻ മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ വിവിധ കുറ്റിച്ചെടികളുടെ പൊതുവായ പേരാണ് സൈപ്രസ്. എല്ലായ്പ്പോഴും പച്ചപ്പ് തരുന്ന കോൺ ഷേപ്പിൽ വളരുന്ന സൈപ്രസ് ചെടിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സൈപ്രസ് എന്ന പദമുള്ള സൈപ്രസ് കുടുംബത്തിൽ നിന്നുള്ള മരങ്ങളും കുറ്റിച്ചെടികളും ഉൾക്കൊള്ളുന്ന കോണിഫറുകളുടെ ഒരു വലിയ വർഗീകരണമാണ് സൈപ്രസ് മരങ്ങൾ. പല സൈപ്രസ് മരങ്ങൾക്കും സൂചി പോലെയുള്ള നിത്യഹരിത സസ്യജാലങ്ങളും ആക്രോൺ പോലുള്ള വിത്ത് കോണുകളും ഉണ്ട്. വളരെ എളുപ്പത്തിൽ, വളരെ കുറഞ്ഞ വളപ്രയോഗത്തിൽ, വളരെ കുറഞ്ഞ പരിചരണത്തിലും നമ്മുടെ വീടുകളിൽ വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് സൈപ്രസ്. ഒരുപാട് സമയമെടുത്ത് പതിയെ വളരുന്ന ഒരു ചെടി കൂടിയാണിത്. അത്യാവശ്യം തരക്കേടില്ലാത്ത വെയിലും ഈ ചെടിക്ക് ആവശ്യമുണ്ട്. ചെടിയുടെ 4 വശങ്ങളും ഒരു ഭാഗത്തും ചേർന്നിരിക്കാതെ ഓപ്പണായി തന്നെ ഇരിക്കേണ്ടതുണ്ട്. 4 സൈഡിൽ നിന്നും ഒരുപോലെ വെയിൽ ലഭിക്കുന്ന ഭാഗത്ത് തന്നെ ചെടി വയ്ക്കാനും ശ്രദ്ധിക്കുക. കൂടാതെ ഫംഗസ് ബാധ ഈ ചെടിയെ പെട്ടെന്ന് തന്നെ കയറിപ്പിടിച്ച് ചെടി നശിച്ചു പോകുന്നൊരവസ്ഥ വരാറുണ്ട്. അങ്ങനെ ഫംഗസ് ബാധ വരുമ്പോൾ ചെടിയുടെ ഉള്ളിൽ നിന്നും ചെടി കരിഞ്ഞ് വരുന്നതായി കാണാം. അങ്ങനെ ആ ഒരു കരിച്ചിൽ വരുമ്പോൾ നമ്മൾ ആ കരിച്ചിൽ ആഴത്തിൽ തന്നെ മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ആഴത്തിൽ മുറിച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് സാഫ് പോലെയുള്ള ഫംഗിസൈഡുകൾ ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടാതെ ചെടി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അടിവളമായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാണകപ്പൊടിയും എല്ലുപൊടിയും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അതുകൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി നല്ല കരുത്തോടു കൂടി തന്നെ ഒരുപാട് വർഷം നമ്മുടെ വീടുകളിൽ കാണാൻ കഴിയും. കൂടാതെ ക്രിസ്മസ് വരുന്ന സമയങ്ങളിൽ ക്രിസ്മസ് ട്രീ ആയോ അലങ്കരിക്കാനും നമുക്ക് കഴിയും. ഒരുപാട് സമയമെടുത്ത് വളരുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ചട്ടിയിൽ വളർത്തിയെടുക്കാനും കഴിയുന്ന ഒരു ചെടി കൂടിയാണിത്. കൂടാതെ നല്ല നീർവാർച്ചയുള്ള മണ്ണ് തന്നെ ഈ ചെടി വെച്ച് പിടിപ്പിക്കാനായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ജലാംശം ഒരുപാട് ആവശ്യമില്ലാത്ത ഒരു ചെടിയാണിത്. 2-3 ദിവസം കൂടുമ്പോൾ മാത്രം ചെടിയുടെ കടയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരിക്കലും ചെടിയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാനായി ശ്രമിക്കരുത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം നല്ല ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്നതാണ്. അത്യാവശ്യം ആരോഗ്യമുള്ള നല്ലൊരു ചെടിയുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരുപാട് തൈകൾ വേറെയും മുളച്ച് വന്ന് നമുക്കതും പറിച്ച് മറ്റു നല്ല ചെടികളാക്കി വളർത്തിയെടുക്കാനായിട്ട് കഴിയും. കൂടാതെ സൈപ്രസ് ഇനത്തിൽ ഈ ഒരു ചെടി മാത്രമല്ല കേട്ടോ, ഒരുപാട് ഇനം ചെടികൾ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ സൈപ്രസ് ചെടിയുടെ ഒരു കുഞ്ഞു വിശേഷം. മറ്റു നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.